എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാ ചരിത്രം എൻ്റെ ഒരു ഇഷ്ട വിഷയമായതുകൊണ്ട് ഈ ദിക്കുകളിലെ മനുഷ്യരെയും അതിൻ്റെ ഒരു ടെറൈനും നേരിട്ട് കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അതിനെനിക്ക് വേറെയും പ്രചോദനമുണ്ട്. അത് പിന്നെ SK-യേക്കാൾ കൂടുതൽ രാജൻ കാക്കനാടനും പിന്നെ ചിന്തരവീന്ദ്രനും എഴുതിയിട്ടുള്ള സംഗതികൾ അത് ദൂര ഗ്രാമങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ട്രാവലോഗ് വാസ്തവത്തിൽ ഇപ്പോഴാണ് ഈ സമീപകാലത്ത് ഒരു 10 വർഷമേ ആയിട്ടുള്ളൂ ഈ പിന്നെ മലയാളത്തിലെ യാത്രാവിവരണങ്ങൾ സ്വന്തം നാട്ടിലെ മനുഷ്യരെയും പ്രകൃതിയെയും ജീവിത സാഹചര്യങ്ങളെയൊക്കെ അടുത്തറിയാനുള്ള ഓരോരോ വ്യക്തിയും അവരുടെ ഒരു സവിശേഷമായിട്ടുള്ള അഭിരുചിക്ക് അനുസൃതമായി അവയെക്കുറിച്ച് എഴുതാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് അത് തുടങ്ങി വെച്ചത് വാസ്തവത്തിൽ ചിന്തരവീന്ദ്രനാണ്. വിദൂരങ്ങളായ ഗ്രാമങ്ങൾ, പ്രശസ്തങ്ങളായ ടൂറിസ്റ്റ് സങ്കേതങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒന്നും അല്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങൾ വെറും ഗ്രാമങ്ങളല്ല താനും, അവയ്ക്കൊരു വലിയ ഭൂതകാല പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ആന്ധ്രയിലെ ചിന്തരവീന്ദ്രൻ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെയൊക്കെ സവിശേഷത അവിടെ ഒരുപാട് കാർഷിക കലാപങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം നടന്നിട്ടുള്ള സ്ഥലങ്ങളുമാണ്. അവിടെ പലതരം നക്സലൈസം പോലുള്ള സംഗതികൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ ട്രാവലോഗുകളും വാസ്തവത്തിൽ ഉപകരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഒന്ന് ചരിത്രത്തിലോടുള്ള താല്പര്യം, മറ്റൊന്ന് ചിന്തരവീന്ദ്രനെ പോലുള്ള എഴുത്തുകാർ കൊണ്ടുവന്നിട്ടുള്ള അജ്ഞാതരായ മനുഷ്യർ, നമ്മൾ പ്രശസ്തരോ ഒന്നും അല്ലാത്ത വ്യക്തികൾ, ആ വ്യക്തിത്വങ്ങളുടെ ഒരു തരം സവിശേഷത, അവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ, ഈ വക കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. കഥകളിലൂടെ മാത്രമല്ല അത് നമ്മൾ അറിയേണ്ടത്. യഥാർത്ഥ ജീവിതം ഫിക്ഷനേക്കാൾ പല തലങ്ങളിൽ വായിക്കപ്പെടേണ്ട ജീവിതങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു അറിവാണ് വാസ്തവത്തിൽ ഈ സ്ഥലങ്ങളിലൂടെ പോകാനും അതിനെക്കുറിച്ച് കുറേശ്ശെയൊക്കെ എഴുതാനും ഞാൻ വാസ്തവത്തിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പിന്നെ ദക്ഷിണേന്ത്യയാണ് ഞാൻ ആദ്യമായിട്ടൊരു ഒരു 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 എന്താ പറയുക, നമ്മൾ കോംബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഒരു ഇടവേളകളില്ലാതെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആന്ധ്ര, തമിഴ്നാട്, കർണാടകം, കേരളം സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ചരിത്രത്തിലും ഫിക്ഷനിൽ എല്ലാം വായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കർണാടകത്തിലെ നമ്മൾ മലയാളികൾക്ക് ഒരു മലയാളി മാർക്കസിനെ പറ്റി പറഞ്ഞ പോലെ ഒരു മലയാളി എഴുത്തുകാരൻ എന്ന് പോലും കരുതി ആദരിക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണ ആലനഹള്ളി. അദ്ദേഹത്തിൻ്റെ ഭുജങ്കയ്യൻ്റെ ദശാവതാരങ്ങൾ, പാവത്താൻ തുടങ്ങിയിട്ടുള്ള ഫിക്ഷനുകൾ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ടേ നമ്മളെ മനസ്സിൽ പതിഞ്ഞതാണ്. ആ സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള 10, 35, 40 വർഷം മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഗ്രാമങ്ങൾ അതേപടി നിൽക്കുകയാണ്. ആ ഭൂപ്രദേശങ്ങൾ, അതായത് ഒരു യഥാർത്ഥ ലൊക്കേഷനെ ആസ്പദമാക്കിയിട്ട് ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് അതിൽ വേഷം മാറി വരുന്നത്. അതെല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാലം നിശ്ചലം ആയതുപോലെയാണ്. പിന്നെ നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുന്ന പല സംഗതികളും, ചില മിത്തുകൾ പോലും നമുക്കൊരു സജീവ അനുഭവമായിട്ട് മാറും.